എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ടെക്നോളജി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് വേൾഡിൽ സൈബർ സ്ക്വയർ അതുപോലെ തന്നെ HK ട്രെൻഡ്സും കൂടെ ചേർന്നിട്ട് ഈ വരുന്ന മെയ് 10 ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ അതിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ HK ട്രെൻഡ്സിൻ്റെ CEO ആണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഹരികൃഷ്ണൻ സാറ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് സൈബർ സ്ക്വയറിനെ കുറിച്ചും അതുപോലെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചും അത് എഡ്യൂക്കേഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സർ, സ്വാഗതം. നമസ്കാരം. ഹരി സാറേ, ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് AI അതുപോലെ റോബോട്ടിക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിജിറ്റൽ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ HK ട്രെൻഡ്സും അതുപോലെ തന്നെ ദുബായ് യൂണിവേഴ്സിറ്റിയിൽ സൈബർ സ്ക്വയറും സംയുക്തമായിട്ടാണ് ഇപ്രാവശ്യം കുട്ടികളെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിജിറ്റൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ 5th എഡിഷനാണ് അല്ലേ? അപ്പോൾ ഈ 5th എഡിഷനിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു ടൈപ്പ് ഉണ്ടായത്? ആക്ച്വലി സൈബർ സ്ക്വയർ എന്ന് പറയുന്നത് ലോകത്തിലെ എഡ്യൂക്കേഷൻ സെക്ഷനിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുട്ടികൾക്ക് കരിക്കുലത്തിൽ കൊടുത്തതാണ്. അത് ഹാബിറ്റാറ്റ് സ്കൂളായിരുന്നു. ഞങ്ങളിപ്പോൾ 2020 ഏകദേശം സൈബർ സ്ക്വയറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഏറ്റെടുക്കുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. സൈബർ സ്ക്വയർ എന്ന് പറയുന്നത് 10ഓളം രാഷ്ട്രങ്ങളിൽ സ്കൂളുകളിൽ AI കോഡിംഗ് റോബോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് LKG മുതൽ 10ാം ക്ലാസ്സിലുള്ള കരിക്കുലം മാത്രമല്ല, ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഇൻ്റർനാഷണൽ നാഷണൽ ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതും AI കോഡിംഗ് റോബോട്ടിക്സിൻ്റെ രീതിയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് LKG മുതൽ 10ാം ക്ലാസ് വരെ ഈ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു രൂപത്തിൽ എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത്? അതായത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്ന ടെക്നോളജി തന്നെയാണ്. കാരണം ഈ കോവിഡിന് ശേഷം ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലേ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റി പോലെ തന്നെ ഇപ്പോൾ ലോകത്തിൻ്റെ നിറകിലേക്ക് പോകുന്നത് ഈ AI കോഡിംഗ് റോബോട്ടിക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് AI കോഡിങ്ങും എഡ്യൂക്കേഷൻ സെക്ഷനിൽ മാത്രമല്ല എല്ലാ സെക്ഷനിലും അത് ഈവൻ ഒരു റോബോട്ടിക് സർജറി കേട്ടിട്ടുണ്ടാവും അല്ലേ, ChatGPT, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ എല്ലാ സെക്ഷനിലും ഈ AIയുടെയും അല്ലെങ്കിൽ കോഡിങ്ങിൻ്റെയും രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് AI എന്ന് കേൾക്കുമ്പോൾ വെറും ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അതിൽ വന്ന മാറ്റം, വീഡിയോയിൽ വന്ന മാറ്റം അതൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഇത് വിദ്യാഭ്യാസ രൂപത്തിലേക്ക്, അതായത് കുട്ടികളിലേക്ക് അവർക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് ഇതിൽ? കുട്ടികൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആദ്യത്തെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് കുറേ തിയറി ബേസ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസല്ല, എല്ലാം CBSE അടക്കം സ്കിൽ ഡെവലപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റാണ് അവർ പറയുന്നത്, അത് ഏത് രീതിയിലേക്കാണെങ്കിലും. അപ്പോൾ ഇതിലും തന്നെ നമുക്ക് അത്ഭുതം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവർക്ക് പല കോഴ്സുകളും ഇവിടുന്ന് പഠിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിലും അവർക്ക് പണ്ട് വേർഡ്, എക്സൽ, ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ ഓട്ടോകാഡ്. പക്ഷേ ഇവിടെ കുട്ടികൾ ചെയ്യുന്ന തികച്ചും വ്യത്യസ്തമായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാക്കുന്നു, അവർ സ്വന്തമായിട്ട് റോബോട്ടിക് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നു. അത് റോബോട്ടിക് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് വന്ന ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരതിൻ്റെ ഭാഗമായിട്ട് റോഡ് വേസ്റ്റേജ്, വാട്ടർ വേസ്റ്റേജും ആയിരുന്നു. എന്നിട്ട് ആ കുട്ടികൾ അതിൻ്റെ പാറ്റൻ്റ് അവരെടുത്തു. അത് സ്വന്തമായിട്ട് ഒരു റോബോട്ട് ഉണ്ടാക്കി, അതും എന്തിനും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള. അപ്പോൾ നമ്മൾ അങ്ങനത്തെ അവസരം കൊടുക്കുമ്പോൾ തന്നെയാണ് കുട്ടികളുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ എന്തിനൊരു അവസരം കൊടുക്കും, ആ അവസരമാണ് സൈബർ സ്ക്വയർ നമ്മുടെ CBSE സ്കൂൾ മുഖാന്തരം അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കൂൾ മുഖാന്തരം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ CBSEയുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഏതൊരു വർഷം നിങ്ങൾ അമേരിക്കൻ ബോസ്റ്റണിൽ MIT അത് അധികമായിട്ടില്ല, ഈ ജനുവരിയിലാണ് ആയിരുന്നു. നമ്മൾ മലപ്പുറത്ത് നിന്ന് 2 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിന് ശേഷം 5ഓളം കുട്ടികൾ പങ്കെടുത്തു, അതിൽ സമ്മാനം നേടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ സ്വപ്നമാണ്, ഈ ടെക്കികളുടെ സ്വപ്നമാണ് MIT എന്ന് പറയുന്നത്, ബോസ്റ്റണിലെ.
അവിടെ ഈ ചെറുപ്രായത്തിൽ തന്നെ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അമേരിക്കയിൽ അവിടെ ബോസ്റ്റണിൽ MIT ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. കുട്ടികൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ദുബായ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും കുട്ടികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അവരെ എത്തിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തത വേണമല്ലോ. അതെ, ഇപ്പോൾ അതാണ് സൈബർ സ്ക്വയറും HK സ്കൂൾ ട്രെൻഡ്സും വേറിട്ട് നിൽക്കുന്നത്. കുട്ടികൾക്കുള്ള അവസരങ്ങൾ തന്നെയാണ്. ഇപ്രാവശ്യം ഏകദേശം 250ഓളം കുട്ടികൾ, അതിലപ്പുറം കുട്ടികൾ രജിസ്ട്രേഷൻ തന്നെ നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. 250 അധികം കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമാണോ അതോ ഇന്ത്യ? അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്നുണ്ട്. മാത്രമല്ല ദുബായിൽ നിന്നുണ്ട്, അതേപോലെ നമുക്ക് സൗദി അറേബ്യയിൽ നിന്നുണ്ട്, ഈവൻ ആഫ്രിക്കയിലടക്കം ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഏതെല്ലാം രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ ഇതിൽ ദുബായ് യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്നത്? ഏകദേശം 6ഓളം രാഷ്ട്രങ്ങൾ ഓൾറെഡി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സൈബർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ UK മാത്രമല്ല കാനഡയിലും നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. അപ്പോൾ ആ കുട്ടികൾ MIT പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് ഇനിയും രാഷ്ട്രങ്ങൾ കൂടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ LKG മുതൽ 10th വരെ നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾ LKG മുതൽ ഒരു 10th വരെയുള്ള കുട്ടികളെ മൊത്തത്തിൽ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിലേക്കുള്ളൊരു എൻട്രി? എങ്ങനെയാണ് എൻട്രി എന്ന് പറയുന്നത്? LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് എക്സിബിഷനാണ്. അതായത് 6 മുതലാണ് അവർക്ക് പ്രൊജക്റ്റ് അവരൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ ദുബായ് യൂണിവേഴ്സിറ്റിയിൽ അവരെ പ്രൊജക്റ്റ് എക്സിബിറ്റ് ചെയ്യാം. 6ാം ക്ലാസ് മുതൽ അവർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. അത് ശരി, 6ാം ക്ലാസ് മുതലാണ് കോമ്പറ്റീഷനിൽ +2 വരെയാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അവരെ തേടി വല്ല അവാർഡുകളോ ബഹുമതികളോ ഒക്കെ വരുന്നുണ്ടോ? അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് പ്രതീക്ഷിക്കാതെയാണ് ഫസ്റ്റ് ഡിജിറ്റൽ ഫസ്റ്റിൽ ഇവിടെ റിസ മുഹമ്മദ് എന്നുള്ളൊരു കുട്ടി ശബരിമലയുടെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഓൾറെഡി. അതായത് കോയിൻ കൗണ്ടർ എന്നുള്ളൊരു ആശയം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിജിറ്റൽ ഫെസ്റ്റിൽ പഞ്ചാബിൽ നിന്നുള്ളൊരു കുട്ടി ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഈ പഞ്ചാബിലെ ഈ കൃഷി അല്ലേ അതിൽ വാട്ടറിങ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ നിന്നുള്ളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഈ സ്വച്ഛ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളായിരുന്നു. അപ്പം നമ്മൾക്ക് തന്നെ കുട്ടികൾ വളരെ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ഡിജിറ്റൽ ഫെസ്റ്റുകളുണ്ട്, അതിൽ തന്നെ നല്ല പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ആ പ്രൊജക്റ്റുകൾ ഏറ്റവും നല്ല പ്രൊജക്റ്റുകളെയാണ് ഞങ്ങളിപ്പോൾ ദുബായിലേക്ക് കൊണ്ടുപോകുന്നത്. ആണല്ലേ? നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് യാത്രയൊക്കെ? യാത്ര 4 ദിവസത്തെ യാത്രയാണ്. അതായത് 9ാം തീയതിയാണ് ദുബായിലേക്ക് പോകുന്നത്, 10ാം തീയതിയാണ് ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ്, 11ാം തീയതി അവർക്കൊരു എഡ്യൂക്കേഷൻ ടൂറാണ്, ഫ്യൂച്ചർ മ്യൂസിയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്താൻ. 4ാമത്തെ ദിവസം സൈറ്റ്സ് ഇതേപോലെ ബുർജ് ഖലീഫ, അതേപോലെ ഒരു ടൂർ മോഡൽ തന്നെയാണ്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി വരുന്ന രീതിയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരിതിനെ കാണുന്നത്? അതായത് സ്കൂളുകളിൽ നിന്നും രക്ഷിതാക്കൾ നല്ല സപ്പോർട്ടാണ്. കാരണം കുട്ടികൾ ഇതിൽ ശരിക്കും ഈ ആദ്യമൊക്കെ പാരൻസിന് ഭയങ്കര കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സമയം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കുറയ്ക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഫ്രം യൂസേഴ്സ് ടു ക്രിയേറ്റേഴ്സാണ്. ഗെയിം കളിക്കുന്നൊരു കുട്ടിയെ ഗെയിം ഉണ്ടാക്കുന്നു. അതേപോലെ ഈ പറയുന്ന പോലെ ഒരു വെബ്സൈറ്റിൽ നോക്കുന്ന കുട്ടികൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്രിയേറ്റേഴ്സാക്കി മാറ്റുക എന്നുള്ള ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളെ ഇഷ്ടംപോലെ എനിക്ക് വേണം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും കുട്ടികളെ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ. തീർച്ചയായിട്ടും നമ്മളൊരു ഫെസ്റ്റിൽ ഡിജിറ്റൽ ഫെസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ മാറ്റങ്ങൾ, അതായത് ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ രീതിയിലും വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർ യൂസേഴ്സാണ്. ആ യൂസേഴ്സിലെ ക്രിയേറ്റിവിറ്റിയെ കണ്ടെത്താൻ കൂടെ AI അതുപോലെയുള്ള സൈബർ സ്ക്വയറും അതുപോലെ HK ട്രെൻഡ്സും ഒക്കെ ശ്രമിക്കുന്നത് അത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ മലപ്പുറം ഭാഗത്തുനിന്ന് ഇപ്രാവശ്യം കുട്ടികൾ നമ്മൾ മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ. മലപ്പുറത്ത് ഏകദേശം 50ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി.
എന്തായാലും എല്ലാവിധ ആശംസകളും നേരാണ്. ഇത്തരത്തിൽ കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ കുട്ടികളെ എത്തിക്കുന്നത്. ഏതൊക്കെ ഒരു മോഡിലാണ് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്? അതായത് സ്റ്റേറ്റ് ലെവല് എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്? നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല അവസരം, അതായത് നമ്മളൊരു സ്കൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വിഷനറിയുള്ള മാനേജ്മെൻറ്റിനെയും കൂടി നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർ കാണണമല്ലോ എന്താണ് ലോകത്ത് നടക്കുന്നത്. അതേപോലെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇൻ്റർനാഷണലിന് മുന്നേ തന്നെ നമ്മൾ സ്കൂൾ ലെവലിൽ ഡിജിറ്റൽ ഫെസ്റ്റ് നമ്മൾ കോഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അക്കാഡമിക് ഇയറിൽ നമ്മൾ സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടത്തുന്നു, സ്റ്റേറ്റ് ലെവലിൽ നടത്തുന്നു, അതേപോലെ നാഷണൽ ലെവലിൽ നടത്തുന്നു, ഗ്ലോബൽ ലെവലിൽ തന്നെ 2-3 ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിൽ ഇത് 5ാമത്തെ ഡിജിറ്റൽ ഫെസ്റ്റാണ്. അത് കഴിഞ്ഞ വർഷം 2 ഇൻ്റർനാഷണൽ ആയിരുന്നു, ഒന്ന് ദുബായിൽ വെച്ചിട്ടും ഒന്ന് സൗദിയിൽ വെച്ചിട്ടും. ഇപ്രാവശ്യം ഓൾറെഡി ജനുവരിയിൽ അമേരിക്കയിൽ കഴിഞ്ഞു. MIT ബോസ്റ്റൺ പോലുള്ള പിന്നെ അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ അഭിമാനമാണ്. വേൾഡിൽ ആദ്യമായിട്ട് സൈബർ സ്ക്വയർ എന്ന് പറഞ്ഞ കമ്പനിയാണ് കുട്ടികളുടെ സ്കൂൾ തലങ്ങളിലുള്ള കരിക്കുലത്തിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം, അവരാണ് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ HK ട്രെൻഡ്സ് എന്ന് പറയുന്ന മലപ്പുറത്ത്, അത് നമുക്ക് വളാഞ്ചേരി അഭിമാനിക്കാവുന്നതാണ്. അവരോട് ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റുകളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. വളരെ അഭിമാനം തോന്നുകയാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി അവർ കണ്ടക്ട് ചെയ്യുന്നത് എന്നോർത്തിട്ട്. എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. നന്ദി.